ഈ ജാതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ആദ്യം മുതലേ പറഞ്ഞിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടി നേതാക്കന്മാരും നിരന്തരമായ അപവാദ പ്രചരണങ്ങളും കളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് നുണരോഗം ബാധിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ നയിക്കുന്ന ജാഥ ഇതിൻ്റെ പുറകിലുണ്ട്, ഞങ്ങളുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഈ ജാഥയിൽ അദ്ദേഹം വയനാട് എത്തിയപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉയർന്നു വരികയാണ്. ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വന്നപ്പോൾ ജാഥാംഗങ്ങളായ ഞങ്ങളെല്ലാം ആ ടൗൺഷിപ്പ് കാണാൻ പോയവരാണ്. ലോകത്ത് തന്നെ പുനരധിവാസത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. കൽപ്പറ്റ പട്ടണത്തോട് ചേർന്ന് മറ്റൊരു ടൗൺഷിപ്പ് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. 7 സെൻറ്റ് സ്ഥലം, ഓരോന്നിനും വളരെ ഫലപ്രദമായിട്ടുള്ള കോമ്പൗണ്ട് വാൾ, അത് കരിങ്കലുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന വാളുകളാണ്, നല്ല ബലമുള്ള. ഓരോ വീട്ടിൻ്റെ മുമ്പിലും റോഡ് ശരിക്ക് പ്ലാൻ ചെയ്ത ഒരു സിറ്റി. അവിടെ ആവശ്യമുള്ള പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു നവീന ടൗൺ പ്ലാനിങ്ങാണ് നടന്നത്. അത് ഞങ്ങൾ പോയി കണ്ടതാണ്. ഞങ്ങളുടെ ഈ ജാഥയിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം അതായിരുന്നു. ആ ആളുകളുടെ അവരെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളവിടെ പോയി അത് കാണുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഇപ്പോൾ അവിടെ 178 വീട് ഇപ്പോൾ കൊടുക്കും. ഈ മാസം അവസാനത്തോടുകൂടി ഒന്നാമത്തെ സോൺ, 5 സോണാണ്. ആ 5 സോണിൽ ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ 178 വീട് ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. തുടർന്ന് അടുത്ത സോണും രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, അതോടുകൂടി 400-ലധികം വരുന്ന വീട് പൂർത്തിയായി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് 1.5 വർഷമായിട്ടും അതിൻ്റെ ഒരു കല്ല് പോലും ഇടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എവിടെയാണ് വൈദ്യുതി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. കാരണം പണം ഇവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയാണ് പിരിച്ചതെന്നുള്ളൊരു വിവരമില്ല. എത്ര കോടിയാണ് പിരിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവുമില്ല. ഇപ്പോൾ DYFI പിരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ വീട് കൊടുക്കുന്നു. അവർ 20 കോടിയാണ് കൊടുത്തത്. 20 കോടി അവർ പിരിക്കുകയല്ല ചെയ്തത്. അവർ ഈ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു, അതുപോലെ തന്നെ അധ്വാനം നിർവഹിച്ചു. അങ്ങനെ അവർ കേരളത്തിൽ നടത്തിയ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അവർ 20 കോടി ഉറുപ്പിക കൊടുത്തത്. അപ്പോൾ 20 കോടി ഉറുപ്പിക എന്ന് പറയുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ആദ്യം തീരുമാനിച്ച് 25 വീട് കൊടുക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ കൂടുതൽ വീട് കൊടുക്കാനുള്ള പണം അവർക്ക് ഗവൺമെൻറ്റിന് കൂടുതലുണ്ട്. എന്നാൽ ഇവർ ഈ കോൺഗ്രസ്സുകാർ ഒരു സംഭാവനയും കൊടുക്കാൻ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല എന്നും കോൺഗ്രസ് ജീവനക്കാർ അതിൻ്റെ ഓർഡർ കത്തിച്ചു. ഞങ്ങൾ നയാ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫണ്ട് പിരിക്കും. അവർ തന്നെ ഫണ്ട് പിരിച്ചു. ആപ്പടിസ്ഥാനത്തിന് ഫണ്ട് പിരിച്ചു. ഈ ഫണ്ടെല്ലാം പിരിച്ച് ഈ ഫണ്ട് എവിടെയാണ് പോയത്, എത്രയാണ് ഫണ്ട് പിരിച്ചത്, ഒന്നും ഇന്നേ വരെ ഫണ്ടില്ല. അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. 230 വീട് അവിടെ പറഞ്ഞത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കാരണം അവിടെ മുമ്പ് MPA എന്നല്ലോ. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ 100 വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീട്, അങ്ങനെ 230 വീടാണ് നിർമ്മിക്കുന്നത്. ഒരു വീടിൻ്റെ പണിയും ആരംഭിച്ചിട്ടില്ല. അതിന് അവർ പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ, സർക്കാരിൻ്റെ മുന്നിൽ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞു. അത് തരാത്തതുകൊണ്ടാണ് KPCCയുടെ വീട് നിർമ്മാണം വൈകിയത് എന്ന കല്ലുവെച്ച നുണയാണ്. ഈ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.